Hi all, welcome back to my channel. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇന്ന് കുക്ക് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ നാത്തൂനാണ്. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ചെമ്മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കിലോ ചെമ്മീൻ ഉണ്ട്. ഇതിന്റെ പകുതി തലയോടുകൂടിയും പകുതി തല കളഞ്ഞിട്ടുമാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ റോസ്റ്റായി വരണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിൽ 2 വിസിൽ വരും വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കുക്കറിൽ വിസിലടിക്കുന്നത്. സവോളയിൽ അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഉണ്ടല്ലോ, അപ്പം നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം നിന്ന് സവോള വഴറ്റേണ്ട ടൈം ലാഭിക്കാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. നമ്മൾ ഇതിനായി ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സവോള ഈ പൊടികളുമൊക്കെ ആയിട്ട് ചേർന്ന് നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. സവാള നന്നായി വെന്തലിഞ്ഞ് വന്നപ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അതിനായി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ആദ്യം ആ തലയോട് കൂടി എടുത്തിട്ടുള്ള ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് തല കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒരുപാട് അങ്ങിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് എല്ലാം പിടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഉപ്പും പൊടികളും സവാളയും തക്കാളിയും ഒക്കെ ഈ ചെമ്മീനിലേക്ക് നല്ലതുപോലെ ഇത് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെമ്മീൻ ഒരുപാട് വേവൊന്നുമില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാട് ടൈം കിടന്ന് വേവാണെങ്കിലും അത് കുറച്ച് റബ്ബർ പോലെയാവും. അപ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെമ്മീൻ്റെ വേവ് ഒന്ന് ശ്രദ്ധിക്കുക.
ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ചെമ്മീൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അടച്ചു വെച്ച് വേവിച്ചപ്പോഴേക്ക്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. റോസ്റ്റ് അല്ലേ, അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതൊന്ന് വെന്തോന്ന്, ഈ ഒരു ടൈമിൽ നമുക്ക് ചെമ്മീൻ ഒന്ന് വെന്തോന്നൂടെ നോക്കാം. ഈ ഒരു കുക്ക് ചെയ്യുന്നത് ഞാനെല്ലാം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അതെൻ്റെ നാത്തൂനാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നാത്തൂൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നാത്തൂൻ. ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റായി വെന്ത് അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം ആ ചെമ്മീൻ്റെ തലയൊക്കെ ഉള്ളതുകൊണ്ട് തലയിലൊക്കെ മസാല ഒക്കെ പിടിച്ച് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ, ചെമ്മീൻ്റെ തല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യാം. ഇനി ചെമ്മീൻ വാങ്ങുമ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും ഈസിയാണ്. പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബായ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.